മൂവുലകിനും നാഥനായ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ളവനുമായ നമ്മുടെ ദൈവത്തിൻ്റെ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ. നമ്മെ സ്നേഹിച്ച, നമ്മോടുള്ള സ്നേഹം തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ അസന്നിഗ്ധമാവണ്ണം പ്രദർശിപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള പ്രത്യേകമായ വന്ദനത്തെയും ആദരവോടെ അറിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയും അവസരവും നൽകുന്നല്ലോ. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം ആയിരുന്ന വിവിധയിടങ്ങളിൽ നമ്മെ കാത്താൻ, നമ്മെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ എவ்விധമായ കരുണകൾക്കായിട്ടും സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളാണല്ലോ. അതിൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പഠിച്ചു വരികയായിരുന്നു. ഇന്നലെ നമ്മൾ 4-ാം വാക്യം മുതൽ, 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 2-ാം അധ്യായം 18-ാം വാക്യം വരെയുള്ള ഒരു ചിന്തയെ കടഞ്ഞെടുത്ത് പഠിക്കുവാൻ വേണ്ടി ആരംഭിച്ചു. അതാണ് ദൈവദൂതന്മാരെക്കാൾ യേശുക്രിസ്തു വലിയവൻ, ദൈവദൂതന്മാരെക്കാൾ യേശുക്രിസ്തു ഉന്നതൻ, ശ്രേഷ്ഠൻ. അപ്പോൾ ദൂതന്മാർക്ക് അതീതനായി യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തുവിൻ്റെ നിസ്തുലത, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ ഈ പുസ്തകം മൊത്തം, എബ്രായ ലേഖനം മുഴുവനും തന്നെ യേശുക്രിസ്തുവിൻ്റെ മഹത്വ വർണ്ണനയാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മഹത്വ വർണ്ണന. അതിൽ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ പുത്രനോടും പുത്രനെ കുറിച്ചുമുള്ള പിതാവിൻ്റെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് പൂരിതമാണ്. പുത്രനെ കുറിച്ചും പുത്രനോടുമുള്ള പിതാവിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഡിക്ലറേഷൻസ് ഓഫ് ദ ഫാദർ ടു ആസ് വെൽ ആസ് അബൌട്ട് ദ സൺ ഓഫ് ഗാഡ്. ദൈവപുത്രനെ കുറിച്ചും പുത്രനോടും പിതാവ് ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ, അരുളപ്പാടുകൾ. സ്തോത്രം. അതുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ ഭാഗങ്ങളെല്ലാം തന്നെ. നാം അതിലേക്ക് പോവുകയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏതൊരുവനും ഏറെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്ന് ഗർവിക്കാൻ കാരണം തരുന്ന, പ്രശംസിക്കാൻ കാരണം തരുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളെല്ലാം. സ്തോത്രം. കാരണം നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. സ്തോത്രം. ആ ഭാഗങ്ങൾ തുടരുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൽ ഒരു ചോദ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം, പഠിക്കാമെന്ന് കരുതുന്നു.
ചോദ്യം ഇതായിരുന്നു, ഇന്നലെ നമ്മൾ പഠിച്ചു പുത്രനെ കുറിച്ച്. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പുത്രൻ, കർത്താവായ യേശു ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന്. അപ്പോൾ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു എന്ന് എബ്രായർ 1:3 നമ്മൾ വായിച്ച് ചില ദിവസങ്ങളായിട്ട് പഠിച്ചു. അപ്പോൾ തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യാടിസ്ഥാനത്തിൽ കണ്ടു, യേശുക്രിസ്തു പിതാവിനോട് കൂടെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വേദപുസ്തകത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത, ബുദ്ധിപരമായിട്ടും അത്ര കണ്ട് വളർച്ച എത്തിയിട്ടില്ലാത്ത നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പോലെയുള്ള കുട്ടികളെയോ പുതിയ വിശ്വാസികളെയോ അല്ല ഇനിയിപ്പം അവിശ്വാസികളായാൽ അങ്ങനെയുള്ളവരെയോ ഈ കാര്യം എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക, ആക്കിക്കാൻ പറ്റുക? ഒരിടത്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നെന്നും ഒരിടത്ത് പിതാവിനോട് കൂടെ ഇരിക്കുന്നുവെന്നും. അതിൽ ഒന്നാമത്തെ കാര്യം, പിതാവും പുത്രനും തത്തുല്യരാണ് എന്ന വസ്തുതയാണ്. ഇക്വാലിറ്റി ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ. അത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ കോ ഈക്വൽ ഇൻ എവ്രിതിങ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഒരൊറ്റ വിഷയത്തിലേ ഉള്ളൂ. എന്തിലാണ്? ഫങ്ഷണൽ ഡിഫറൻസ്. നമ്മുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടും നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്നും പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങളുണ്ട്. ദ ഫാദർ പർപ്പസ്ഡ് അവർ റിഡംഷൻ while the Son purchased and the Holy Spirit preserves. See, that is the functional difference. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആളത്വത്തിൽ ഒന്ന്, എന്നാൽ വ്യക്തികളെന്നും വ്യക്തിത്വമെന്നും വിളിക്കപ്പെടാറുണ്ട്. രണ്ടിലും തെറ്റില്ല. ചിലര് വ്യക്തിത്വം എന്ന് പറയുന്നതിനെ ഡുവൽ പേഴ്സണാലിറ്റി എന്ന നിലയിലാണ് കാണുന്നത്. അങ്ങനെയല്ല. ഇവിടെ വ്യക്തിത്വം എന്നതുകൊണ്ട് വ്യക്തി എന്ന അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആളത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെ. എന്തുവാ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ബീയിങ്, ആളത്വം എന്ന് പറഞ്ഞാൽ ഡിറ്റി, ദൈവത്വമാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ആളത്വം, ബീയിങ് എന്ന് പറയുന്നത്. അത് മൂന്ന് പേരും ഒന്ന് തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം, ദൈവങ്ങളല്ല, ദൈവം. എന്നാൽ ആളത്വത്തിൽ ഒന്നായിരിക്കുമ്പോൾ തന്നെ വ്യക്തികൾ അവർ മൂന്ന് പേരാണ്. വൺ ബീയിങ് ആൻഡ് ത്രീ പേഴ്സൺസ്. വൺ ബീയിങ് ആൻഡ് ത്രീ പേഴ്സൺസ്. തുല്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 40ഓളം ഡിവൈസസ് ആണ് കണക്ട് ആയിട്ടുള്ളത്. നമ്മൾ 40-ലധികം പേര്, തൽക്കാലം ഒരു ഡിവൈസിന്റെ പുറകിൽ ഒരാളെന്ന കണക്കിൽ അങ്ങ് കൂട്ടാം, 40 പേര്.
നമ്മൾ 40 പേരും ആളത്വത്തിൽ ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാ. മനുഷ്യത്വം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ആ ബീയിങ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാ. അങ്ങനെ നാം എല്ലാവരും ആളത്വത്തിലൊന്ന്. എന്നാൽ വ്യക്തികളോ വേറെ വേറെയാ. നമ്മൾ ഇൻഡിവിജ്വലി പൂർണ്ണമായിട്ടും വേറെ വ്യക്തികളാണ്. എന്നാൽ ദൈവത്തിൽ ആ വ്യത്യാസമില്ല. അവർ ഒന്നായി എപ്പോഴും ഇരിക്കുന്നു. നമുക്കാണെങ്കിൽ 40 പേരുണ്ടെങ്കിൽ 40 അഭിപ്രായങ്ങളും 40 ചിന്തകളും 40 സ്വഭാവങ്ങളും ഒക്കെയാണ്. ഒരാളിൽ തന്നെയുണ്ട് പരസ്പരം യോജിക്കാത്ത സ്വഭാവങ്ങൾ. എൻ്റെ അകത്തുണ്ട് തമ്മിലടിക്കുന്ന സ്വഭാവങ്ങൾ. നമ്മൾ എല്ലാവരിലും ഉണ്ട്, ഇല്ലേ? പൗലോസ് അതിനെ വിളിക്കുന്നത് ജഡസ്വഭാവമെന്നും ആത്മസ്വഭാവമെന്നുമാണ്. അപ്പൊ കുറഞ്ഞ പക്ഷം 2 സ്വഭാവങ്ങളെങ്കിലും നമ്മിൽ എല്ലാ വ്യക്തികളിലും ഉണ്ട്. എല്ലാ വ്യക്തികളിലും ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള വൈകൃതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒന്നും തന്നെ ദൈവം എന്ന ആ ആസ്തികതയിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഉദാഹരണം യോജ്യമല്ല, എങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം 3 വ്യക്തികൾ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്വത്തിൽ അവർ ഏകനാണ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടത് ഫങ്ഷണൽ ഡിഫറൻസ്. ദൗത്യത്തിൽ, മിഷനിൽ, ശുശ്രൂഷയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ നമ്മളതിനെ വ്യക്തതയോടെ കണ്ടു. പിതാവ് നമ്മുടെ വീണ്ടെടുപ്പ് പ്ലാൻ ചെയ്തു, പർപ്പസ്ഡ്, അതിൻ്റെ പദ്ധതിയിട്ടു. പുത്രൻ അത് വിലയ്ക്ക് വാങ്ങി. പരിശുദ്ധാത്മാവ് അത് സംരക്ഷിക്കുന്നു. ഈ വ്യത്യാസങ്ങളാണ് ഉള്ളത് ഫങ്ഷണലായിട്ടും വ്യക്തികളെന്ന നിലയിലും. ബാക്കി സകലത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തത്തുല്യരാണ്, എല്ലാറ്റിലും. അതുകൊണ്ട് പുത്രൻ പിതാവിനോട് കൂടെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും തത്തുല്യർ, കോ ഈക്വൽ എന്നാണ് അവിടുത്തെ അർത്ഥം. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ടിരുന്നു, പിതാവിൻ്റെ സിംഹാസനവും പുത്രന്റെ സിംഹാസനം 22-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കണ്ടു. അതിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. ആ സമയത്ത് നമ്മൾ പറഞ്ഞതായിരുന്നു അതിന് 2 അർത്ഥങ്ങളാകാമെന്ന്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും 22-ന്റെ ആദ്യ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. സ്തോത്രം. നമ്മൾ ആ വാക്യം പഠിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കൂടെ വരുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ഏകവചനമാണോ ബഹുവചനമാണോ? ഏകവചനമാണ്, സിംഗുലർ അല്ലേ? ഇംഗ്ലീഷിലും ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലാംബ്.
ദൈവത്തിനും കുഞ്ഞാടിനും അവിടെ സിംഹാസനമുണ്ട് എന്നർത്ഥം. എന്നാൽ അത് വേറെ വേറെയായിട്ട് പറയുന്നില്ല. അങ്ങനെയാകുമ്പോൾ പിതാവിൻ്റെ സിംഹാസനം തന്നെയാണ് പുത്രന്റെയും സിംഹാസനം. ഇരുവരും ഒരേ സിംഹാസനത്തിൽ ഇരിക്കുന്നു. കാരണം പിതാവും പുത്രനും തുല്യരാണ്, സമരാണ്. ആ സിംഹാസനത്തിൽ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണ്, ആ ഒറ്റ സിംഹാസനത്തിൽ 2 പേർ ഇരിക്കുമ്പോൾ തന്നെ ഒരാളിൻ്റെ ഇടത്തും ഒരാൾ മറ്റൊരാളിൻ്റെ വലത്തും ആയിരിക്കുമല്ലോ. സ്തോത്രം. 2 പേര് ഇരിക്കുന്നു. ആ 2 പേരിരിക്കുന്നത്, ഓർക്കണം, ആന്ത്രോപോമോർഫിക്കൽ ലാംഗ്വേജ്, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ. ഇപ്പോൾ 2 പേരിരിക്കുന്നു. ആ 2 പേരിരിക്കുമ്പോൾ ഒരാൾ വലത്തും ഒരാൾ ഇടത്തുമായിട്ടായിരിക്കുക. 2 പേർ ഇരിക്കുമ്പോൾ ഒരാൾ ഒരാളിൻ്റെ വലത്തും മറ്റേ ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇടത്തുമായിരിക്കും. ഇവിടുത്തെ ആ ഫങ്ഷണലായിട്ടുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട നിലയിൽ പിതാവിനെയാണ് പ്രധാനമായും എടുത്തു കാട്ടുന്നത്. ദൈവപിതാവ് എന്ന നിലയിൽ സകലത്തിനും സകലവുമായവൻ ദൈവം. ആ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഈ പുത്രൻ അതേ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രതിപാദ്യം. ഇപ്പൊ നമ്മുടെ നിയമസഭയിലോ പാർലമെന്റിൽ അവിടുത്തെ പ്രധാന ഇരിപ്പിടം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി. നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥിതി അനുസരിച്ച് പ്രധാനമന്ത്രി. ഓക്കെ, വെൽക്കം ടു ദാറ്റ്. മറ്റൊരു ചോദ്യം കൂടെ വന്നതുകൊണ്ട് അതെ, ഇതിന് ശേഷം പറയാം. ഇപ്പൊ പ്രധാനമന്ത്രി, അദ്ദേഹമാണ് പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈവൻ സ്പീക്കർ പോലും ഉള്ളത്. എന്നാൽ സഭ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന മന്ത്രിമാരുണ്ട്. അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച്, അവിടുത്തെ അധികാര സ്ഥാനങ്ങൾ അനുസരിച്ച്. ഒരു സമയത്ത് അതിനെ സംബന്ധിച്ച ചർച്ചകളും മാധ്യമ ചർച്ചകളും ഒക്കെ നമ്മുടെ കേരളത്തിലും സംഭവിച്ചതാ, നിയമസഭയിൽ വലത്തും ഇടത്തും ഇരിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് പോലെ ഇവിടെ ദൈവമാണ് സകലത്തിലും സകലവുമായിരിക്കുന്നത്. ആ ചിത്രം വെച്ചുകൊണ്ടാണ് പറയുന്നത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്. അപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ വെളിപ്പാട് 3:21 കണ്ട കാര്യത്തിനൊരു പ്രയാസവും ഇല്ല. കാരണം എവിടെയാ 2 പേരും ഇരിക്കുന്നത്? ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ. സിംഹാസനങ്ങളിൽ എന്നല്ല, സിംഹാസനത്തിൽ. സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചതാണ്. അത് 2 സിംഹാസനങ്ങൾ എന്ന നിലയിലും ഒറ്റ സിംഹാസനത്തിൽ 2 പേരുടെയും തുല്യ അവകാശം എന്ന നിലയിലും
നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ രണ്ട് ആശയങ്ങൾക്ക് തമ്മിൽ വടംവലികളില്ല. പിന്നെ വലത്തുഭാഗത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ സമയത്ത് പറയുകയുണ്ടായി, ഇങ്ങനെ വലിയൊരു സിംഹാസനമൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നമ്മൾ ട്രെയിനിന്റെ സീറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നുമല്ല. പകരം അത് ഒരു അർത്ഥം, അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. സിംഹാസനമുണ്ട്, സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നു. ഇതെല്ലാം ആദിയോടന്തം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് പാസീവായി ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന അർത്ഥമല്ല എന്നും നമ്മൾ കണ്ടു. ആ ഇരിക്കുക എന്നതുകൊണ്ടും വലത്തുഭാഗം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്ന 3-4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. വലത്തുഭാഗം, എ പ്ലേസ് ഓഫ് ഓണർ. വലതുവശം പ്രത്യേകിച്ച് നമ്മൾ അന്ന് കണ്ടു, ഈസ്റ്റേണേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. വെസ്റ്റേണേഴ്സിന് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് പൂർവേഷ്യൻ സംസ്കാരത്തിലാണ്. ആ പശ്ചാത്തലമാവുള്ള ഈസ്റ്റ് ഏഷ്യൻ കൾച്ചർ അനുസരിച്ചാണ് വേദപുസ്തകത്തിലെ കാര്യങ്ങൾ. സായിപ്പുമാർക്ക് മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെ വേദപുസ്തകം നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ സംസ്കാരത്തിലാണ് വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ലോകക്കാര് ക്രിസ്ത്യാനിത്വത്തെ വെസ്റ്റേൺ റിലീജിയൻ, വിദേശ മതം എന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയാമല്ലോ, സ്തോത്രം, ജീസസ് വാസ് ആൻ ഏഷ്യൻ. യേശുക്രിസ്തു ഏഷ്യയിൽ ജനിച്ച് വളർന്ന് ജീവിച്ചയാളാണ്. എഴുത്തുകാരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് ആ പൂർവ ഏഷ്യൻ പശ്ചാത്തലത്തിൽ വലതുവശം എന്നുള്ളത് ആദരസൂചകമാണ്. സ്തോത്രം. നമ്മൾ ആ സമയത്ത് കണ്ടതാ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ വലത്ത് കൈ കൊണ്ട് കൊടുക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞതാ. അപ്പം വലതുവശത്ത് ഇരുന്നു എന്നതുകൊണ്ട് അക്ഷരീകമായി വലതുവശം എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ അതല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യമാണ് വലതുവശം, ആദരവിൻ്റെ. അതുപോലെ പൊതുവെ അധികം ആൾക്കാരും വലത് ഭാഗം വശമുള്ളവരാണ്. അതുകൊണ്ട് വലതുവശം എന്നുള്ളത് ശക്തിയെ കാണിക്കുന്നു. ഇടതുവശത്തേക്കാൾ വലതുവശത്തിന് ശക്തി കൂടുതലാണ്. പൊതുവെ ഇടംകയ്യന്മാരുണ്ട് എന്ന പൊതുവായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ബഹുമാനം അഥവാ ആദരവ്, ഓണർ. 2, ശക്തി. സ്തോത്രം. 3, അതോറിറ്റി, അധികാരത്തെ കാണിക്കുന്നു. അത് അധികാരത്തെ. 4, ഫിനിഷ്ഡ് വർക്ക്, ഇരുന്നു എന്നതുകൊണ്ട് താൻ ഏർപ്പെട്ടിരുന്ന ദൗത്യം പൂർണ്ണമാക്കി എന്നർത്ഥം. 5-മത്തെ കാര്യവും നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നു. ദാറ്റ് ഷോസ് ജീസസ് royalhood, and also Jesus being the judge. യേശുക്രിസ്തുവിൻ്റെ ന്യായാധിപത്യത്തിനും രാജത്വത്തിനും അത് അടയാളമായിരിക്കുന്നു. ഇങ്ങനെ 4-5 കൂട്ടം കാര്യങ്ങളാണ് വലതുവശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാൾക്ക് വലതുകരം കൊടുക്കുക നമ്മുടെ ഇടയിലും ഉള്ളൊരു രീതിയാണല്ലോ. കൂട്ടായ്മയുടെ വലതുകരം. എല്ലാം ഈസ്റ്റേൺ പശ്ചാത്തലത്തിലാണ്.
കിഴക്കരുടെ സംസ്കാരത്തിലാണത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നുവോ ആ ദൗത്യം നിർവഹിച്ചു, വീണ്ടെടുപ്പ് സാധ്യമാക്കി. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി കഴിഞ്ഞുള്ള വിശ്രമത്തിലാണ്. അപ്പോൾ തന്നെ പിതാവ് അവനെ ഏറ്റവും ഉയർത്തി ആദരിച്ചു, മാനിച്ചു, ശക്തിയും അധികാരവും എല്ലാം നൽകി. മത്തായി 28:18 കർത്താവ് പറഞ്ഞതുപോലെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ എബ്രായ ലേഖനം 1:3 നാം വായിക്കുന്നത്. മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരുന്നു എന്ന് വെച്ചാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ അധികാരത്തെയും ശക്തിയെയും മഹത്വത്തെയും കാണിക്കുന്നു. സ്തോത്രം. ഓക്കെ, ആ കർത്താവ് അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത് ഒരേ സിംഹാസനത്തിൽ തത്തുല്യരായിട്ടിരിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥം. ചോദ്യകർത്താവിന് കാര്യം വ്യക്തമായി എന്ന മറുപടി തന്നതുകൊണ്ട് അവിടെ നിർത്തുന്നു. അപ്പോൾ മറ്റ് ഒരു ചോദ്യം എന്ന നിലയിൽ വന്നത് ഇതാണ്: Can he not sit in his lap? For the Son was in the bosom of the Father. യോഹന്നാൻ 1:18 നാം അതാണ് കാണുന്നത്. രണ്ടാമത് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് വന്ന ചോദ്യം, പുത്രൻ പിതാവിൻ്റെ മടിയിൽ എന്ന് പറഞ്ഞുകൂടെ? മടിയിൽ ഇരിക്കുന്ന നമ്മൾ അതേ സംബന്ധിച്ചും യോഹന്നാൻ 1:18 നിന്ന് ഹി ഈസ് എന്നതിൽ നിന്ന് എന്ന പദം എന്ന ആ പ്രയോഗത്തിൽ നിന്ന് പഠിച്ചിരുന്നു. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. സ്തോത്രം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആ വാക്യം വായിച്ചാട്ടെ. എൻ്റെ മാത്രം ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. ആ മടിയിൽ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ അക്ഷരികമായി പിതാവായ ദൈവം ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കുന്നു. പുത്രൻ ആ പിതാവിന്റെ മടിയിൽ കയറിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മടിയിൽ നമ്മൾ സഭായോഗത്തിന് പോകുമ്പം ഇരിക്കുന്നത് പോലെ എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. സ്തോത്രം. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ട്രെയിനിൽ പോകുമ്പം 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട. 5 വയസ്സ് തൊട്ട് മുകളിലോട്ട് മതി. എന്നാൽ നമ്മുടെ കൂടെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടോ എന്ന് റിസർവേഷൻ ഫോമിൽ നമ്മൾ അറിയിക്കണം റെയിൽവേ. അത് പല കാരണങ്ങളും ഉണ്ട്. എന്തെങ്കിലും റെയിൽവേ അപകടമൊക്കെ സംഭവിച്ച് മരിക്കുകയോ ഒക്കെ ചെയ്താൽ ഇന്നാളുടെ കൂടെ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു എന്നറിയാനും അതിനുള്ള കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ തന്നെ ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് സീറ്റ് അല്ലെങ്കിൽ ബർത്ത് ബുക്ക് ചെയ്യാം. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. എന്നാൽ അതില്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ മടിയിലിരുത്തിയോ, ഇപ്പോൾ സിറ്റിംഗ് ആണെങ്കിൽ മടിയിലിരുത്തിയോ, അല്ലെങ്കിൽ ബർത്ത് ഉള്ളതാണെങ്കിൽ കൂടെ കിടത്തിയോ കൊണ്ടുപോകാം.
ഇതുപോലെ യേശുക്രിസ്തു പിതാവിന്റെ മടിയിൽ കയറിയിരിക്കുകയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് സൂചിപ്പിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ഇൻറ്റിമസി, ആഴത്തിലെ അക്ഷയമായ സ്നേഹബന്ധത്തെയാണ്. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന, ബാക്കി ഇരിക്കുന്ന എന്നുള്ളതിൻ്റെ അർത്ഥവും നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഹി ഈസ്, രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടിരുന്നു, മൂന്നാമത്തെ വാക്യത്തിൽ തുടക്കത്തിൽ തന്നെ ഹി ഈസ് ദ റേഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ ഹി ഈസ്, ആകുന്നു എന്ന അർത്ഥത്തിൽ നിന്ന്, അത് യേശുക്രിസ്തുവിൻ്റെ ഇരുന്ന എന്നല്ല, ഇരിക്കുന്ന എന്ന് വെച്ചാൽ പിതാവിനോടുള്ള കോ എക്സിസ്റ്റൻസിനെ കാണിക്കുന്ന, പിതാവിനോളം ആസ്തികതയുള്ളവൻ, യേശുക്രിസ്തുവിൻ്റെ പ്രീ എമിനൻസിനെ, പ്രീ എക്സിസ്റ്റൻസിനെ, യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യത്തെ കാണിക്കുന്ന, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് നാം യോഹന്നാൻ 1:18 കാണുന്ന പിതാവിൻ്റെ മടിയിലിരിക്കുന്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്രയ്ക്കുള്ള ഇൻറ്റിമസിയാണ്, അത്രയ്ക്കുള്ള സ്നേഹബന്ധമാണ്. സ്നേഹബന്ധം, ആ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് യോഹന്നാൻ 17:24-25 വാക്യങ്ങളിൽ നാം കാണുന്നത്. നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. John 17, it's 25, but we will read from 24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പം അടുത്ത വാക്യം കൂടെ വായിച്ചു, 26 കൂടെ. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. പ്രത്യേകിച്ച് ആ 3 വാക്യങ്ങളിലായി പിതാവിനോടുള്ള പുത്രന്റെ പ്രാർത്ഥന കണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ച സ്നേഹം. ഇപ്പൊ പിതാവും പുത്രനും തമ്മിലുള്ള, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം, അതാണ് ഇവിടെ മടിയിലിരിക്കുന്ന പുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ആ സ്നേഹബന്ധത്തിന്റെ ആഴം അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലും നാം കാണുന്നത്. യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. അവിടെ ഒരു ത്രികോണ സ്നേഹമാണ് വരുന്നത്. എ ട്രയാങ്കുലർ ലവിങ് റിലേഷൻഷിപ്പ്. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ നമ്മെ സ്നേഹിച്ചു, നാം പിതാവിനെ സ്നേഹിക്കുന്നു, നാം പുത്രനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഈ ത്രികോണ സ്നേഹബന്ധമാണ് അവിടെ. സ്തോത്രം. അത് നമ്മിൽ സ്റ്റിറപ്പ് ചെയ്യുന്നത്, നമ്മിൽ ആ സ്നേഹം ഇളക്കി മറിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴത്തെയാണ് ഈ മടിയിലിരിക്കുന്ന പുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നാം പിതാവിനോട് കൂടെ ഇരിക്കുന്നു, പിതാവിൻ്റെ മടിയിലിരിക്കുന്നു,
പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നെല്ലാമുള്ള പ്രയോഗങ്ങൾ കാണുന്നു. ആ പ്രയോഗങ്ങളുടെ അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് വ്യക്തമായി കാണുമല്ലോ. ഇതുവരെ ഉള്ളതിൽ നിന്ന് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? അപ്പൊ പാസ്റ്റർ, ഹോളി സ്പിരിറ്റിന്റെ പൊസിഷൻ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? വെളിപ്പാട് 1:4. സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കൾ. പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിലുള്ള സ്തോത്രം 7 4-ാം അധ്യായത്തിലും നാം അത് കണ്ടതാണ്. ദൈവസിംഹാസനത്തോടൊപ്പമാണ്. സ്തോത്രം. ആ ഫങ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് നമ്മോട് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ്, ആത്മാവിനെ നാം കാണുന്നത് സിംഹാസനത്തോടൊപ്പം. ഇവിടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് എടുത്തു പറയുന്നത് കൊണ്ടാണ് അത് ഇവിടെ പ്രത്യേകാൽ പരാമർശിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ ശുശ്രൂഷകളെ കുറിച്ച് അങ്ങനെ എടുത്ത് അവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആത്മാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പരിമിതമാണെന്ന് മാത്രം. മറ്റെന്തെങ്കിലും? പരിശുദ്ധാത്മാവ് എവിടെയെന്നുള്ളതിന്റെ റെഫറൻസ് ഏതാ പാസ്റ്റർ പറഞ്ഞ്? വെളിപ്പാട് 1:4. ഓക്കെ. നാലിന്റെ 5 കൂടെ വായിച്ചോ. 4:5 റെവലേഷൻ 4:5. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. 1:4 അതേ പ്രയോഗം തന്നെ. രണ്ടിടത്തും 7 ആത്മാക്കൾ എന്നല്ലേ പറയുന്നത്? പരിശുദ്ധാത്മാവാണോ? നമ്മൾ വെളിപ്പാട് 1:4 ഈ ഭാഗവും ചിന്തിച്ചപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ ദീപങ്ങൾ. പരിശുദ്ധാത്മാവിനെ 7 എന്ന നിലയിൽ കാണാനുള്ള കാരണം നമ്മൾ അന്ന് പഠിച്ചിരുന്നു. ദൈവത്തിന്റെ 7. യെശയ്യാ പ്രവചനം 11 വായിച്ചോ സുജയ്. അവന്റെ മേൽ 11:2 അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യഹോവയുടെ ആത്മാവ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരിക്കുന്ന സപ്തനാമങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ സപ്തവിധമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും നാം ഇവിടെ കാണുകയാണ്. വേറെ എന്തെങ്കിലും?
ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് 3-ഉം 4-ഉം കൂടെ ഒന്നും കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. കാരണം 4-ാം വാക്യമാണെങ്കിലും ആ വാചകം തുടങ്ങുന്നത് 3-ലായതുകൊണ്ട് മുറിച്ചു വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാകില്ല. അതുകൊണ്ട് 3-ഉം 4-ഉം കൂടെ ചേർത്ത് വായിച്ചാട്ടെ. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. സ്തോത്രം. ഇവിടെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മറ്റ് വിശേഷതകളും കൂടെ കാണുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട 12-13 കാര്യങ്ങളോടൊപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടനായവൻ, അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശി. അതേ അർത്ഥം തന്നെ അവിടെ നമ്മൾ കാണുന്നു, അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. അങ്ങനെയുള്ള വിശേഷതകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 1 തൊട്ട് 14 വരെയും പിന്നീട് 2-ന്റെ 1 തൊട്ട് 18 വരെയും, പ്രത്യേകിച്ച് അതിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിലും ദൂതന്മാരെക്കാൾ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് കാണാം. ഇവിടെ നിന്നും ഒരു കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. നാലാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? Having become as much superior to angels as the name he has... Enough. Having become as much superior to the angels. Having become superior to the angels. നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു, ശ്രേഷ്ഠനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രേഷ്ഠനായി തീർന്നു. ഹാവിങ് ബിക്കം സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ്. എന്താ മനസ്സിലാക്കുന്നത്? He himself became as much superior to angels. ഓക്കെ, വേറെ എന്തെങ്കിലും കൂടെ അർത്ഥമുണ്ടോ അവിടെ? അത് ശരിയാണ്. വേറെ എന്തെങ്കിലും കൂടെ അർത്ഥമുണ്ടോ? Earlier he wasn't എന്നുള്ള ഒരു... Of course. That is more stressing truth. ആയിത്തീർന്നു എന്ന് വച്ചാൽ മുമ്പ് എപ്പോഴോ അല്ലായിരുന്നു എന്ന് വരുന്നു. 3-ാം വാക്യവും 4-ാം വാക്യവും കൂടെ ഒരുമിച്ച് ഒറ്റ വാചകത്തിൽ തളച്ചിട്ടിരിക്കുന്നത് കണ്ടോ? 1, 2, 3 വാക്യങ്ങൾ പ്രവാചകന്മാരുമായുള്ള താരതമ്യമാണെങ്കിൽ 4 തൊട്ടുള്ള വാക്യങ്ങൾ ദൂതന്മാരുമായുള്ള യേശുക്രിസ്തുവിന്റെ താരതമ്യമാണ്. എന്നിട്ടും ആ 2 വാക്യങ്ങളും
രണ്ടാശയങ്ങളും കൂടെ ഒരുമിച്ച് കോർത്തിണക്കിയിരിക്കുക. ആ വാചകം ഒന്ന് മുറിച്ചായിരുന്നെങ്കിൽ നമുക്ക് പഠിക്കാൻ അല്പം കൂടെ എളുപ്പമുണ്ടായേനെ. പക്ഷെ മുറിക്കാൻ ഒക്കാത്തതുപോലെ അവകൾ ചേർന്ന് കിടക്കുക. യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിത്തീർന്നു. ശ്രേഷ്ഠനായിരുന്നെന്നല്ല, അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് അത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടായിരുന്നു. ആയിരുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനായി തീർന്നു. ജീസസ് ഹാവിംഗ് ബിക്കം സുപ്പീരിയർ ടു ദി ഏഞ്ചൽസ്. Yeah, being made so much better. So he was made so much better. That means before that being made, he was not. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ ആയി തീർന്നെങ്കിൽ അതിനു മുമ്പ് അവൻ അല്ലായിരുന്നു എന്നല്ലേ അർത്ഥം? സ്തോത്രം. തെറ്റിദ്ധരിക്കല്ലേ. Please don't misunderstand and misinterpret. We have already seen from chapter 1 and verse number 2 that through him or by him everything was made. എബ്രായർ 1:2 നമ്മൾ കണ്ടു കഴിഞ്ഞു. അവൻ മുഖാന്തരം അവൻ ലോകത്തെയും ഉണ്ടാക്കി. യോഹന്നാൻ 1:3 നിന്നും കൊലോസ് ലേഖനം 1:17 നിന്നുമൊക്കെ നമ്മൾ പഠിച്ചു. യേശു ക്രിസ്തുവാണ് സകലത്തിൻ്റെയും സ്രഷ്ടാവെന്ന്. We have already seen, learned that Jesus is the very creator of everything, the creator even of the angelic beings. ദൂതന്മാർ ഉൾപ്പെടെയുള്ള സകലത്തിൻ്റെയും സ്രഷ്ടാവ് യേശുവാണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയുടെ തുടക്കം മുതൽ തന്നെ സകല സൃഷ്ടിയേക്കാളും സ്രഷ്ടാവ് ശ്രേഷ്ഠൻ തന്നെ. പക്ഷേ ഇവിടെ ആ ഒരർത്ഥമല്ല അവൻ ശ്രേഷ്ഠനായി തീർന്നു എന്ന് വെച്ചാൽ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ അല്ലാതെ ഇരുന്ന ഏതോ ഒരു സമയം ഉണ്ടായിരുന്നത്രേ. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. ഒന്ന്, യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നത് എപ്പോൾ? യേശു ദൂതന്മാരെക്കാൾ താണവനായിരുന്നെങ്കിൽ അത് എപ്പോൾ? ഈ രണ്ട് എപ്പോളുകൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്താം. വിശദീകരിക്കാതെ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? 3-ാം വാക്യത്തിൻ്റെ തുടർച്ചയായി 4-ാം വാക്യം പറയുമ്പോൾ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നത് എപ്പോൾ എന്നതിന് ഉത്തരം കിട്ടും. വേഴ്സ് നമ്പർ 3 answers our question that when did Jesus become superior to the angels? എപ്പോഴാണ് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നത്? After making purification for sins. Praise God. And Sat at the right. yeah, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത്
ഇരുന്നതിന് ശേഷം അല്ലെങ്കിൽ ഇരുന്നതോടു കൂടെ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമേറിയ നാമത്തിന് അർഹനായി തീർന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എഫേസ്യർ 1:20 മുതൽക്കും നമ്മൾ വായിച്ചതാണ് നേരത്തെ. ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ അത്യന്തം മീതെ. അപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും, ദൂതന്മാരുടെയോ സാത്താന്മാരുടെയോ എന്നൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. സകല നാമത്തിനും മീതെ ഇരുത്തി. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നനന്തരം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. ജീസസ് ഹാവിംഗ് ബിക്കം superior to the angels when he sat at the right hand of the majesty on high, after purified the humanity from their sins. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഇനി അടുത്ത ചോദ്യം, അടുത്ത എപ്പോൾ, സെക്കൻഡ് എപ്പോൾ, വെൻ. സ്രഷ്ടാവ് എന്ന നിലയിൽ സകല സൃഷ്ടികൾക്കും അതീതനായിരുന്നവൻ എപ്പോൾ താൻ സൃഷ്ടിച്ച ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി തീർന്നു. അങ്ങനെ വന്നോ? അതെ. സ്തോത്രം. അതെപ്പോൾ? രണ്ടാം അധ്യായം 9-ാമത്തെ വാക്യം, ചാപ്റ്റർ 2, ഹീബ്രൂസ് 2:9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. പ്രൈസ് ഗോഡ്. വ്യക്തമാണ് അവിടെ. In his preeminence, Jesus was undoubtedly superior to angels. യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിക്യത്തിൽ സകല ദൂതന്മാരെക്കാളും യേശു ശ്രേഷ്ഠനായിരുന്നു. ബട്ട് ഇൻ ഹിസ് ഇൻകാർണേഷൻ, ആ പദവും കൂടെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇൻകാർണേഷൻ സിംപ്ലി മീൻസ് took the flesh, taking up of flesh. ജഡധാരണം, അവതാരമല്ല, ജഡധാരണം. യേശുക്രിസ്തു ജഡമെടുത്തപ്പോൾ നമുക്കറിയാം യേശു ആരെപ്പോലെയായി? ഫിലിപ്പിയർ 2:6 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി. യെസ്, സ്തോത്രം. അതുപോലെ റോമർ 8:3, റോമൻസ് 8:3,
There also we see Jesus was manifested in the likeness of sinful flesh. പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ അവൻ വെളിപ്പെട്ടു. റോമർ 8:3 കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവകൃപയാൽ മരണം ആസ്വദിക്കുവാൻ വന്നപ്പോൾ അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ മനുഷ്യനായിട്ടാണ് വന്നത്. യേശു ക്രിസ്തുവിന്റെ ജഡധാരണത്തിൽ, ക്രിസ്തുവിന്റെ കന്യകാജനനം മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ, അല്ലെങ്കിൽ മരണം വരെ എന്ന് പറയാം, ക്രൂശീകരണം വരെ, അടക്കപ്പടിയിൽ വരെ അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷാ സമയങ്ങളിൽ പലപ്പോഴും ദൂതന്മാരുടെ സേവനം യേശുവിന് വേണ്ടി വന്നത്. ഇങ്ങേയറ്റം ഗെത്സമനയിൽ പോലും നാം വായിക്കുന്നത് എന്താ? രക്തം വിയർത്ത് കവിണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന, പ്രാണവേദനയിലാകുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് ശക്തിപ്പെടുത്തി. അതെ, തന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ചു. അതുപോലെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ മരുഭൂമിയിൽ യേശു ഉപവസിച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട അനന്തരം നാം കാണുന്നു, സാത്താൻ കർത്താവിനെ വിട്ടുപോയ ശേഷം ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു എന്ന്. ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് ദൂതന്മാരുടെ സഹായം ആവശ്യമായിരുന്ന ഒരു ശരീരത്തിലായിരുന്നു. അന്ന് യേശു മനുഷ്യനായി വന്നതിനാൽ, മനുഷ്യവേഷത്തിൽ വന്നതിനാൽ അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി തീർന്നു. എന്നാൽ അതും കർത്താവ് സ്വയമാണ് ഏറ്റെടുത്തത്. എന്നാൽ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം, സ്വർഗാരോഹണ ശേഷം, എക്സോൾട്ടേഷൻ, ഉയർത്തപ്പെടലിന് ശേഷം നമ്മൾ കർത്താവിനെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി കാണുന്നു. സ്തോത്രം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി കാണുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയും സ്രഷ്ടാവായിരുന്നിട്ടും നമ്മെ തന്നോട് അനുരൂപരാക്കി തീർക്കേണ്ടതിന് അവൻ നമ്മോട് സകലത്തിലും അനുരൂപനായി തീർന്നു. ആ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് ജീവനും അക്ഷതയും പ്രാപിച്ചവരായി ഈ കർത്താവിനോടുകൂടെയുള്ള നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ കർത്താവിനെ അഭിമാനത്തോടെ നമുക്ക് സേവിക്കാം. സന്തോഷത്തോടെ അവൻ്റെ പാദങ്ങളിൽ കുമ്പിടാം. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.